ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല പ്രതിപക്ഷം. ബി.ജെ.പിയുടെ പിന്തുണയോടെ ഉപരാഷ്ട്രപതി ആയതുകൊണ്ട് സ്വാഭാവികമായും രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ജഗദീപ് ധൻഖറിന് ഒരു ബി.ജെ.പി ചായ്വുണ്ട്. ആ ചായ്വ് അതിരു കടന്നതോടെയാണ് ഇന്ത്യ സഖ്യം പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അതിന്റെ ഫലമായി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉപരാഷ്ട്രപതിക്കെതിരെ ഇംപീച്ച്മെന്റിന് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. തുടർച്ചയായി ഭരണകക്ഷിയായ എൻ.ഡി.എക്ക് അനുകൂലമായ നിലപാടുകൾ കൈക്കൊള്ളുന്നു എന്ന് ആരോപിച്ചാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെതിരെ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ ബ്ലോക്ക് ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെ നീക്കാൻ വീണ്ടും പ്രമേയവുമായി ഇന്ത്യ സഖ്യം രംഗത്ത് വന്നത്. ബജറ്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ നോട്ടീസ് നൽകാനാണ് ആലോചിക്കുന്നത്. പ്രമേയം അവതരിപ്പിക്കാൻ 14 ദിവസം മുൻപേ നോട്ടീസ് നൽകണമെന്ന വ്യവസ്ഥ മറികടന്നാണിത്. രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ ഭരണപക്ഷമായ ബി.ജെ.പി അനുകൂല തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം വന്നത്. എന്തായാലും പാർലമെന്റിൽ രാജ്യസഭാ അധ്യക്ഷനും പ്രതിപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലും ജഗദീപ് ധൻഖറിനെ പദവിയിൽ നിന്നും നീക്കാൻ ഇന്ത്യ സഖ്യം ഇറങ്ങിയിരുന്നു. വർഷകാല സമ്മേളനത്തിൽ തീരുമാനമെടുത്തത് അവസാന ദിവസങ്ങളിൽ ആയതിനാൽ നോട്ടീസ് നൽകൽ നടന്നിരുന്നില്ല. ശീതകാല സമ്മേളനത്തിൽ നോട്ടീസ് നൽകിയെങ്കിലും പ്രമേയം അവതരിപ്പിക്കാൻ 14 ദിവസം മുൻപേ നോട്ടീസ് നൽകണമെന്ന വ്യവസ്ഥ ചൂണ്ടിക്കാട്ടി തള്ളുകയായിരുന്നു. ഇത് മറികടന്നാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ നോട്ടീസ് നൽകാൻ ഇന്ത്യ സഖ്യം ഒരുങ്ങിയത്. രാജ്യസഭാ അധ്യക്ഷൻ അനാവശ്യമായി സംസാരിച്ച് എം.പിമാർ വിഷയം അവതരിപ്പിക്കുന്നതിന്റെ ഒഴുക്കും സമയവും നഷ്ടപ്പെടുത്തുന്നു എന്ന പരാതിയും പ്രതിപക്ഷം ഉന്നയിച്ചു വരുന്നുണ്ട്. ഡെപ്യൂട്ടി ചെയർമാൻ തള്ളാനുള്ള എല്ലാ പഴുതുമടച്ച നോട്ടീസ് നൽകി പ്രമേയത്തിന് അനുമതി ലഭിച്ചാലും കേവല ഭൂരിപക്ഷത്തോടെ പാസാക്കാനുള്ള അംഗബലം പ്രതിപക്ഷത്തിന് ഇല്ല എന്നതാണ് സത്യം. ജഗദീപ് ധൻഖറിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും നീക്കുന്നതിനാവശ്യമായ അംഗബലം രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന് ഇല്ലെങ്കിലും ഉടനടിയുള്ള ഈ നീക്കം ഒരു രാഷ്ട്രീയ സൂചനയാകും എന്നാണ് ഇന്ത്യ സഖ്യം കരുതുന്നത്. ഈ ഇംപീച്ച്മെന്റ് പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു നീക്കം എന്നതും കാണാൻ സാധിക്കും. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ നീക്കത്തിന് മറ്റു പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ തൃണമൂൽ കോൺഗ്രസിന്റെയും സമാജ്വാദ് പാർട്ടിയുടെയും പിന്തുണയുണ്ടെന്നും പറയുന്നുണ്ട്. ജഗദീപ് ധൻഖർ കുറച്ചു നാളുകൾക്കാണ് ഇന്ത്യ സഖ്യത്തിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും കണ്ണിലെ കരടായി മാറിയിട്ടുള്ളത്. കുറെ നാളുകളായി പക്ഷാപാതപരമായ സമീപനമാണ് ഉപരാഷ്ട്രപതി കൈക്കൊള്ളുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പ്രതിപക്ഷ എം.പിമാർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളും പ്രതിപക്ഷത്തിന്റെ നിലപാടുകളും അടിച്ചമർത്താനായിരുന്നു ജഗദീപ് ധൻഖർ ശ്രമിക്കുന്നതെന്ന് ഇന്ത്യ സഖ്യം തെളിവുകൾ സഹിതം നിരത്തി സമ്മർദ്ദിക്കുന്നുണ്ട്. ഹംഗേറിയൻ അമേരിക്കൻ ശതകോടീശ്വരനായ ജോർജ് സോറസുമായ സുപ്രധാന കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ച ബി.ജെ.പി എം.പിമാർ രാജ്യസഭയിൽ വൻ കോലാഹലം സൃഷ്ടിച്ചിരുന്നു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതെന്ന് ചൂണ്ടിക്കാണിച്ച ഉടനടി ചർച്ച വേണമെന്ന് ബി.ജെ.പി എം.പിമാർ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള 267 ചട്ടത്തിന് കീഴിൽ ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ എല്ലാ അപേക്ഷകളും നേരത്തെ തന്നെ നിരസിച്ചിരുന്ന രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി ബി.ജെ.പി എം.പിമാരെ സംസാരിക്കാൻ അനുവദിച്ചതോടെയാണ് ഇന്ത്യ സഖ്യത്തിന് കലിയിളകിയത്. പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ, പ്രമോദ് തിവാരി, ജയറാം രമേശ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ നോട്ടീസുകൾ നിരസിക്കപ്പെട്ട ബി.ജെ.പി നേതാക്കളെ രാജ്യസഭയിൽ സംസാരിക്കാൻ അനുവദിച്ച അധ്യക്ഷന്റെ നടപടിയിൽ ഇന്ത്യ മുന്നണി ശക്തമായിട്ടാണ് പ്രതിഷേധം അറിയിച്ചത്.